അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മത്സരങ്ങളുടെ ലോകവും മാനസിക ആരോഗ്യ പ്രതിസന്ധികളും എന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് വലിയ മത്സരങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും, പഠനത്തിലായാലും ജോലിയിലായാലും സമ്പത്തിലായാലും ഏതു മേഖലയെടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം മത്സരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയണം, സോഷ്യൽ മീഡിയകളിൽ പോലും ഇന്ന് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് കൂടുതൽ മാർക്ക് നേടുന്നതോ, ആരാണ് കൂടുതൽ പണം സമ്പാദിക്കുന്നതോ, ആരാണ് കൂടുതൽ ഫോളോവേഴ്സിന് നേടുന്നത് തുടങ്ങി ഒരുപാട് മത്സരങ്ങളുടെ പിറകെയാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതം ഈ ഓട്ടത്തിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായൊരു കാര്യമുണ്ട്. ഈ ഓട്ടം, ഈ മത്സരങ്ങളുടെ ഓട്ടം എന്ന് പറയുന്നതോ തൻ്റെ മാനസിക ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കും എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെയാണോ ഈ മത്സരങ്ങളുടെ ഓട്ടം നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നതോ? അമിതമായ ആകാംക്ഷ കൊടുക്കുന്നതിലൂടെ, ഏതൊരു വിഷയത്തിലും അമിതമായി ആകാംക്ഷ കൊടുക്കുന്നതിലൂടെ, തനിക്ക് ആത്മവിശ്വാസക്കുറവില്ലായ്മയിലൂടെ തുടങ്ങി ഒരുപാട് മേഖലകളിലൂടെ തൻ്റെ മാനസിക ആരോഗ്യം പ്രതിസന്ധിയിലാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. താരതമ്യ മനോഭാവത്തിലൂടെ തൻ്റെ മാനസികാരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കാൻ കഴിയും. ഞാൻ മറ്റുള്ളവരുമായി ആകുന്നില്ലല്ലോ, എനിക്ക് അവനെ പോലെ മാർക്ക് നേടാൻ കഴിയുന്നില്ല, എനിക്ക് അവനെ പോലെ പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവനെക്കാട്ടിലും കൂടുതൽ ഫോളോവേഴ്സ് ഇല്ല തുടങ്ങി ഒരുപാട് താരതമ്യം ചെയ്യുമ്പോൾ അത് തന്നെ മാനസിക ആരോഗ്യം പ്രതിസന്ധിയിലാക്കാൻ കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് പല കഴിവുകളോടെയും പരീക്ഷണങ്ങളോട് കൂടിയുമാണ്. എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല. അതിനാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതോ ഈ താരതമ്യ മനോഭാവം എന്ന് പറയുന്നതോ തന്നെ മാനസികാരോഗ്യ പ്രതിസന്ധിയിലാക്കാൻ കാരണമാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയമെന്ന് പറയുന്നത് കേവലം മാർക്കുകളുടെയോ പഠനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതല്ല. വിജയമെന്ന് പറയുന്നതോ, ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നതോ തൻ്റെ സ്വഭാവം നന്നാക്കലാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമിതമായ സമ്മർദ്ദം കൊടുക്കുന്നതിലൂടെ തൻ്റെ വീട്ടുകാരിൽ നിന്ന്, തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന്, തൻ്റെ കൂട്ടുകാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് താൻ ഇന്നതാവണം, നീ ഒരു ഡോക്ടറാകണം, നീ ഒരു എഞ്ചിനീയർ ആകണം തുടങ്ങി അമിതമായ സമ്മർദ്ദം അവരുടെ മേൽ ചെലുത്തുമ്പോൾ ഇതിൽ നിന്ന് ആ വ്യക്തിയുടെ, ആ വിദ്യാർത്ഥിയുടെ മാനസിക ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കാൻ ഇത് കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ട്. ആ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. ഈ മാനസികാരോഗ്യം സമ്മർദ്ദത്തിലാക്കുമ്പോൾ അതിന് വേണ്ട പരിഹാരം എന്ന് പറയുന്നത് ആത്മീയമായ വഴികളുണ്ട്. അതുപോലെ സമതുലിതമായ ജീവിതം നാം നയിക്കണം. എപ്പോഴും പഠനമെന്ന് നടക്കേണ്ടതില്ല, എപ്പോഴും വിശ്രമമായി നടക്കേണ്ടതില്ല. പഠനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യത്തിന് വിശ്രമം എടുത്തുകൊണ്ട് രണ്ടിനെയും സമതുലിതമായി കൊണ്ടുപോകുമ്പോൾ തൻ്റെ മാനസികാരോഗ്യം പ്രതിസന്ധിയിലാക്കുന്നതിന് ഇത് പരിഹാരമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ താൻ ഉപയോഗിക്കുന്ന തൻ്റെ സോഷ്യൽ മീഡിയ അത് നിയന്ത്രിക്കണം. നമ്മളെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നവരാവരുത്, സോഷ്യൽ മീഡിയയെ നാം നിയന്ത്രിക്കണം എന്നുള്ളത് ഈ മാനസികാരോഗ്യം പ്രതിസന്ധിയിലാക്കുന്നതിന് ഒരു കാരണമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു. അവസാനമായി പറയാനുള്ളത്, ഈ മത്സരങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം മറക്കരുതാത്തൊരു കാര്യമുണ്ട്. ഈ മത്സരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് എല്ലാവരെയും തോൽപ്പിക്കുന്നതല്ല. വിജയം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ, തൻ്റെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ സ്വഭാവം നന്നാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ വാക്കുകൾക്ക് വിട ചോദിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.